ആന്റി ആന്റി. ഓ കിച്ചണിലാണോ? ഇവിടെ എന്താ പരിപാടി? ആഹാരം ഉണ്ടാക്കുക. എന്താ ആന്റി, വില്ലേജ് ഗൈസ് ഒന്നും രാവിലെ എഴുന്നേൽക്കില്ലേ? അവൻ കിടന്നുറങ്ങാണല്ലോ. ഇതൊക്കെ സിറ്റി ബോയ്സ് ആണെങ്കിൽ ഉണ്ടല്ലോ, ഏർലി മോർണിംഗ് എണീറ്റ് ജോഗിങ്ങിന് പോകും, അറിയോ? ഞങ്ങളുടെ ചെറുപ്പകാലത്തെ കൊച്ചു പിള്ളേര് കുറെ നേരം കിടന്നുറങ്ങും. വലിയ ആളുകൾ എഴുന്നേറ്റ് നേരത്തെ പണിയൊക്കെ തുടങ്ങും. എന്നാ ഇപ്പോഴോ സ്കൂളിൽ പോവാനുള്ളതുകൊണ്ട് പിള്ളേരൊക്കെ നേരത്തെ തന്നെ അങ്ങ് എഴുന്നേക്കും. മുതിർന്നവർക്ക് പണിയൊന്നും ഇല്ലാത്തോണ്ട് അവര് കിടന്നുറങ്ങും. ഓക്കെ ആന്റി, ഞാൻ ജോഗിങ്ങിന് പോയിട്ട് വരാം. ലുങ്കിയും ചപ്പലൊക്കെ ഇട്ടിട്ട് ജോഗിങ്ങിന് പോകുന്നത് ആദ്യ. ഹലോ, ലുങ്കി കണ്ടത് കളിയാക്കൊന്നും വേണ്ട. ലുങ്കി കണ്ടിട്ടല്ലേ നൈറ്റി പെണ്ണുങ്ങൾ തയ്ച്ചിടുന്നത്. വേറൊരു കാര്യം അറിയാലോ, ലുങ്കി ഡാൻസ് എന്ന് പറയുന്നത് എന്തുമാത്രം ഹിറ്റാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും തിയേറ്ററിൽ വിസിൽ വീഴണമെങ്കിലേ അവര് ലുങ്കി ഉടുത്ത് തന്നെ വരണം മോളെ. അത് മാത്രോ, പെണ്ണുങ്ങൾ വലുതാകുമ്പോ ധാവണി കൊടുക്കുന്നത്, ആണുങ്ങൾ ലുങ്കി കൊടുക്കുന്ന പോലെ തന്നെയല്ലേ. അതിന് മാത്രം ഹിസ്റ്ററി ഉണ്ട് മോളെ ലുങ്കിക്ക്. ഇത് കൊടുത്താലേ ഏത് ജോലിയാണെങ്കിലും. ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വേണമെങ്കിൽ നീ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. എന്തേ? എടാ നിക്കാൻ ഒന്ന് നിർത്തുന്നുണ്ടോ? സ്കൂളിൽ പോവാൻ നേരായില്ലേ? ചെന്നെ. ഞാൻ ലുങ്കി കൊടുത്താൽ നന്നായിരിക്കും ആന്റിയുടെ മോൻ പറഞ്ഞു. നല്ലതാണോ? അവന്റെ ഒരു കുഞ്ഞുകളി. നീ അവന്റെ കൂടെ തുള്ളാൻ തുടങ്ങിയോ? പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ നോക്ക്. എല്ലാവരും ഇറങ്ങാറായി. ആരെങ്കിലും കണ്ടാ കളിയാക്കും. അവൻ അതൊക്കെ പറയുള്ളൂ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇന്നെന്താ ഉണ്ടാക്കിയേ? ഇഡലി. വാ കഴിക്കാം. ആന്റി, വില്ലേജ് പിള്ളേർക്കൊന്നും പണിയില്ലേ? ഒരു ജോലിക്കും പോവില്ലേ? കല്യാണം കഴിക്കുന്നവരൊക്കെ അങ്ങനെയാ. പറയുന്നതൊന്നും അനുസരിക്കില്ല. കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ പെണ്ണിന്റെ കയ്യിൽ നല്ല കൊട്ട് കിട്ടുമല്ലോ. അപ്പ വേഗം എഴുന്നേറ്റ് വന്ന് പണിയൊക്കെ ചെയ്തോളൂ. അങ്ങനെയാണോ? അതൊക്കെ സിറ്റിയിലെ പിള്ളേരാണെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും ജിമ്മിലായിരിക്കും. കരാട്ടെ, കുംഫു, ഡാൻസിങ്, എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്തോണ്ടിരിക്കും. ആണോ? അങ്ങനെയുള്ള ആമ്പിള്ളേരെയൊക്കെയാണ് പെൺപിള്ളേർക്ക് ഇഷ്ടം ആന്റി. ഇവിടെ എങ്ങനെയാണ് വളയ്ക്കുന്നത്? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. അവക്ക് വേണ്ടി എന്നെയും കൊല കൊടുക്കണോ? നമസ്കാരം ചേട്ടാ. എല്ലാം പഠിച്ചോളാം.
മാസ്റ്ററെ പഠിച്ചോളാം ഞാൻ. അയ്യോ, നീ കാരണോ ഞാൻ ഇടികൊള്ളുന്നു. അവനെ ഇടിക്കും. നോക്കി ചെയ്യും. നിനക്ക് പോയി ചെയ്താ പറയാ. എന്തിനാ എന്നെ വിളിക്കുന്നത്? എനിക്കെന്ത് കിട്ടാനാ? നിനക്കല്ലേ കാണണ്ടേ? പെണ്ണിനെ കിട്ടാനല്ലേ കുറച്ച് അടി കൊള്ളാൻ നിനക്ക് അവനൊന്നും പറ്റില്ല. എന്നെ തല്ലിയിട്ടും കാര്യമില്ല. ശിവ ഇന്ന് മാസ്റ്റർ വന്നില്ലേ? മാസ്റ്റർ ലെവൽ കഴിഞ്ഞു പ്രിയ. ഡിസ്ട്രിക്ട് ലെവൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ആ സിറ്റിയിൽ ഇങ്ങനെയൊന്നല്ല പ്രാക്ടീസ് ചെയ്യുന്നത്, വേറെ രീതിയിലാ. നീ വിടരുത്. സിറ്റിയിൽ അങ്ങനെ പലതും കാണും. അത് ഇവിടെ വന്ന് പറയാൻ നിൽക്കരുത്. ഗ്രാമത്തിലെ പിള്ളേര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിനക്ക് അറിയില്ല. ഇത് പിടിക്കേ ഇത് വെച്ച് അടിക്കേ. നീ ഒന്നും വേണ്ടാരി. നീ കൊണ്ടാലേ പഠിക്കുള്ളൂ. പെങ്ങളെ അടിക്കേ. ഞാൻ പറയുന്ന പോലെ അടിക്കേ. 1 2 3 സ്റ്റാർട്ട്. ശിവ ഒരു തവണ അതെ ശിവ, നിന്റെ നല്ല സ്ട്രോങ് ബോഡിയാ. എന്നെക്കാളും എന്റെ കൂട്ടുകാരന്റെ ബോഡി ഭയങ്കര സ്ട്രോങ്. അയ്യോ എന്റെ സ്ട്രോങ് അല്ല. എന്നെ അടിക്കാൻ വേണ്ടിയുള്ള സ്റ്റാമിന നിനക്കില്ല. നീ പോയി ഓടാൻ നോക്ക്. അങ്ങനെയാണോ? പിടിച്ചോ. എന്നും ഇവിടെയാണോ പ്രാക്ടീസ് ചെയ്യുന്നേ? നാളെ ഇവിടെ അല്ല, ഇനി ഒരു ആഴ്ച ലീവായിരിക്കും. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഇന്നത്തെ ഭക്ഷണം ഗംഭീരമായിരിക്കുന്നു. എടാ മോനെ, എന്താ എനിക്ക് പ്രോഗ്രാമിനുള്ള സമയമായി. ഓക്കെ അച്ഛാ, ഞാൻ പോയിട്ട് വരാം. അമ്മ ഇത് എന്ത് പാചകമേ? ഒട്ടും കൊള്ളില്ല കേട്ടോ. ആ ടിവിയോ വല്ല ബുക്കൊക്കെ നോക്കി എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൂടെ അമ്മേ? ഇവൻ എന്തെങ്ങനെ പറയുന്നത്? അദ്ദേഹം കഴിച്ചാണല്ലോ. ശരി ആ റോജാൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ടേ എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. വിശന്നിട്ട് വയ്യമ്മേ. ശരി അമ്മേ. ആ വെറുതെ അവരെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അവിടെ പ്രിയ ഉണ്ടാവില്ലേ? അവക്കൊരു ജോലിയും കൂലിയൊന്നുമില്ല. അവളോട് കൊണ്ടുവരാൻ പറ. ശരി. പ്രിയ 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 വാ പ്രിയ, എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ആ സൂപ്പർ സ്മെൽ. അടിപൊളിയായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതാ. അത് ശരി, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെയാണോ? എന്തെയ്യൊന്ന് മാറുന്നേ. തന്നെടാ. തീരെ ഉപ്പുമില്ല മുളകുമില്ല. ഞാൻ ഉണ്ടാക്കിയത് നല്ലതാന്ന് നിന്റെ അച്ഛൻ പറഞ്ഞതല്ലേ? എന്താ നിനക്കതൊന്നും പിടിക്കില്ലേ? അമ്മ ഉണ്ടാക്കിയത് നിനക്ക് ഇപ്പൊ പിടിക്കണ്ടല്ലേ? നിന്നെ ഞാൻ ഇന്ന് തിന്നടാ. ഇത് മുഴുവൻ തിന്നു. എന്നിട്ട് എണീറ്റാ മതി. ഹലോ അളിയ, എവിടെ അളിയാ? വീട്ടിലുണ്ടാ? വീട്ടിലെന്തെടുത്തോണ്ടിരിക്കുക? പ്രിയ ഫാമിലി ആയിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓ അത് ശരി, വേഗം വാടാ. ഓക്കെടാ, ഇതാ വരുന്നു. ഇന്നെന്റെ മോന്റെ ബർത്ത്ഡേയാ. അസ്യാം ശുഭദിതൗ ഗോത്രോദ്ഭവസ്യ ശങ്കർനാമധേയസ്യ റോജാനാംനീം പ്രിയാങ്കാനാംനീം ജയസിംഹാനാമധേയസ്യ സന്തോഷനാമധേയസ്യ കഴിഞ്ഞു. ക്ഷേമസ്ഥൈര്യധൈര്യ വിജയ അഭയ ആയുരാരോഗ്യൈശ്വര്യാഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥകാമ്യ മോക്ഷേത്രവിധവംശാ. ചേട്ടാ നമസ്കാരം. രാമായ രാമഭദ്രായ രാമവേദസേ.
ആ കുട്ടി അത് ഇതാ വാങ്ങ്. മോളെ, തേങ്ങ അത് ഉടച്ചു. വാങ്ങി അവിടെ പോയി ചെയ്യും. തേങ്ങ ഉടയ്ക്കണോ കൊണ്ട് ഞാൻ ഉടച്ചു തരാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അളിയാ. Happy birthday to you. Happy birthday to